കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഭഗ്നാശനാവുകയല്ല, അവൻ്റെ കുടുംബവും അവൻ്റെ തലമുറകളും അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിൻ്റെ ദൂതന്മാർ അവനെ പാളയമടിക്കും, അവന് ചുറ്റും നിന്ന് സംരക്ഷിക്കും. ദൈവഭയവും ദൈവഭക്തിയും അവന് സമ്പത്തും അനുഗ്രഹവും സംരക്ഷണവും നൽകും. അതുകൊണ്ട് നമുക്ക് അലസനാവാതെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാം. ദൈവവചനത്തിനെ പ്രതി ബഹുമാനിക്കുന്നവന് ബഹുമതിയും ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹവും ലഭിക്കും. ദൈവവചനത്തെ ആശ്രയിച്ച് ജീവിക്കുന്നതിന് ഒരിഷ്ടമായൊരു ഭവനം പോലെയായിരിക്കും അവൻ്റെ ജീവിതം. എന്തുവന്ന് കാറ്റോ മഴ എന്തടിച്ചാലും അവൻ്റെ ജീവിതം പെട്ടെന്നൊന്നും തകർന്നു പോകും. എന്നാൽ വചനത്തെ ആശ്രയിക്കാതെ സമ്പത്തിലും ലോകത്തിൻ്റെ അറിവിനെ ആശ്രയിച്ച് പടുത്തുയർത്തിയ ഭവനം പോലെയാണ് നിങ്ങളുടെ ജീവിതമെങ്കിൽ ഒരു ചെറിയ കാറ്റോ ഒരു ചെറിയ മഴയോ മതി, വീട് തകർന്ന് തരിപ്പണമാണ്. അതുകൊണ്ട് ശക്തമായ ഒരു ഗോപുരം തന്നെ നമുക്ക് പണിയാം. ജ്ഞാനം വീട് പണിയുന്നു എന്നാണല്ലോ പറയുന്നത്. ശക്തമായൊരു വീട് പണിയുന്നു. ആ ജ്ഞാനം ദൈവമാണ്. ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആദ്യത്തെ ചവിട്ടുപടി. അതുകൊണ്ട് ദൈവഭയത്തിൽ ദൈവഭക്തിയിൽ നമുക്ക് മുമ്പോട്ട് പോകാം.